ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതാ നമ്മുടെ പാലപ്പത്തിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം എന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ട വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട. എന്നാൽ ഒരുപാട് ചൂടുണ്ടാവാനും പാടില്ല കേട്ടോ. ഞാനിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു ലൂസായിട്ടാണ് നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് എപ്പോഴും വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ആവശ്യത്തിന് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ എത്രത്തോളം വെള്ളം വേണമെന്ന് അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. കാരണം നമുക്കത് പാലപ്പത്തിൻ്റെ പോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ. ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചൂടുള്ള വെള്ളം തന്നെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ കണക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല, കാരണം ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ടാണത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആശീർവാദിൻ്റെ ആട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു ലൂസിൽ തന്നെ മാവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൂസ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പാലപ്പം ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. നന്നായിട്ട് അത് റെഡി ആയി കാണും കേട്ടോ ചുട്ടെടുക്കാൻ പാകത്തിന്. പിന്നെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് കേട്ടോ. നല്ല കുറച്ച് ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ തന്നെ വെച്ചാൽ മതി. പിന്നെ കുറച്ച് തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂർ വരെ വേണ്ടി വരും. അപ്പോൾ നമുക്കിനിത് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കണം കേട്ടോ. നല്ല ചൂടിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ളൂ ഇതുപോലെ നല്ല ഹോൾസൊക്കെ വരുള്ളൂ അപ്പത്തിന്. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതാ ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു പാലപ്പം നമുക്ക് കറിയില്ലാതെ തന്നെ കഴിക്കാൻ, ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് അപ്പത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.